അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇപ്പോ സുനിലാണ് അല്ലെ? സുനിലാണ്. ഇതില് യു ഷറഫ് അലി എന്നാണ് കിടക്കുന്നത് കേട്ടോ. ഇപ്പൊ മാറിയിട്ടുണ്ട് അല്ലെ? യു ഷറഫ് അലി മാറിയിട്ടുണ്ട്. ഇപ്പൊ വി സുനിൽ ആണ് അല്ലെ? സുനിലാണ്. കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ മാറിയിട്ടുണ്ട്. വി സുനിലാണ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൽ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ചന്ദ്രയാൻ 3യുടെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? രാംബ LP, ചാസ്തെ, ഇൽസ, ഷെയ്പ്പ് എന്നൊക്കെ കിടക്കുന്നു. ഏതാണ് ഉൾപ്പെടാത്തത്? ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാ? അത് ഷെയ്പ്പ് ആണ് അല്ലെ? ഷെയ്പ്പ് ആണ്. ഷെയ്പ്പ് ലാൻഡർ മൊഡ്യൂളിലല്ല ഉണ്ടായിരുന്നത് അല്ലെ? അപ്പോ രാംബ LP, ചാസ്തെ, ഇൽസ എന്നൊക്കെ പറയുന്നത് ലാൻഡറിലെ പേലോഡുകളായിരുന്നു കേട്ടോ. പേലോഡുകളായിരുന്നു. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 ആർക്കാ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? അത് പി വത്സലയ്ക്കാണ് അല്ലെ? പി വത്സലയ്ക്കാണ്. എന്നാൽ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാ? അത് NS മാധവനാണ് അല്ലെ? NS മാധവനാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സലയാണെങ്കിൽ നെല്ല് അല്ലെ? 2024 ആർക്കാണ്? NS മാധവനാണ് അല്ലെ? NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം 2024. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ് അല്ലെ? 1.25 കോടി മലയാളികൾ, അതുപോലെ കേരളം മലയാളികളുടെ മാതൃഭൂമി അല്ലെ? ഇങ്ങനെ തുടങ്ങിയ കൃതികളൊക്കെ ആരുടെയാ? EMS നമ്പൂതിരിപ്പാടിന്റെയാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? അപ്പൊ 21 എഴുത്തച്ഛൻ പുരസ്കാരം ചോദിച്ചു. ഇപ്പൊ ദാ 22 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? 4 ഓപ്ഷൻസ് വായിക്കാം. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, നിഴലുറങ്ങുന്ന വഴികൾ, അടയാളങ്ങൾ. ഇതിൽ ഏതാണ് സേതുവിന്റെ കൃതി അല്ലാത്തത് എന്നാ ചോദിച്ചേ. ഏതാ? നിഴലുറങ്ങുന്ന വഴികളാണ് കേട്ടോ. ഈ നിഴലുറങ്ങുന്ന വഴികൾ ആരുടെയാ? അത് പി വത്സലയുടെ കൃതിയാണ് അല്ലെ? നിഴലുറങ്ങുന്ന വഴികള് പി വത്സലയുടെയാണ്. അപ്പൊ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച പി വത്സലയുടെ കൃതിയാണ് എന്ത്? നിഴലുറങ്ങുന്ന വഴികൾ. അവരുടെ ആത്മകഥയാണെന്ന് തോന്നുന്നു നിഴലുറങ്ങുന്ന വഴികൾ. ഓക്കെ. അപ്പൊ പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ, ഇത് മൂന്നും ആരുടെയാ? സേതുവിന്റെ കൃതികളാണ് കേട്ടോ. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം എന്നാണെന്ന്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23 അല്ലെ? ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ദിവസമായ ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? വൈക്കം സത്യാഗ്രഹം അത് TK മാധവൻ അല്ലെ? TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. എന്നായിരുന്നു വൈക്കം സത്യാഗ്രഹം? 1924 അല്ലെ? 1924. ഇത് എന്തിനു വേണ്ടിയായിരുന്നു? സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അല്ലെ? സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 നേതാവാരായിരുന്നു? TK മാധവൻ. TK മാധവൻ. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നയിച്ചത് ആരാണ്? ചോദിച്ച ചോദ്യമാണ് അല്ലെ? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥയാണെങ്കിൽ ആരാ? അത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ്? അത് വിവേകാനന്ദനാണ് അല്ലെ? വിവേകാനന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാ? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ? ഏതായിരുന്നു വർഷം? സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച വർഷം ഏതായിരുന്നു?
1905 അല്ലെ? 1905. നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അല്ലെ? രാമകൃഷ്ണപിള്ള ഏത് വർഷമായിരുന്നു ഈ ഒരു സ്വദേശാഭിമാനിയുടെ എഡിറ്റർ ആയത്? അത് 1906 കേട്ടോ. ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? ഗോവിന്ദൻ അല്ലെ? ഗോവിന്ദനായിരുന്നു. ഗോവിന്ദ പിള്ളയോ അങ്ങനെ എന്തോ. അപ്പോ ആദ്യത്തെ എഡിറ്റർ അങ്ങനെയാണ്. അപ്പൊ രണ്ടാമത്തെ ആളായിരുന്നു നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, ഗോവിന്ദ പിള്ള അല്ലെ? 1906 ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും കൊണ്ടുവന്ന അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാരായിരുന്നു? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1905 സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു. ശരിയാണോ? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചോ? ശരിയാണ് അല്ലെ? സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ശരിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ വൈകുണ്ഠ സ്വാമികള്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലെ? അത് പറഞ്ഞത് ആരാ? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് ആരാ? അതാരാണ് പറഞ്ഞത്? ആരായിരുന്നു? അത് നമ്മുടെ ശ്രീനാരായണ ഗുരു ആണ് പറഞ്ഞത് അല്ലെ? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത്. ഇനി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഇത് ശരിയാണോ? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ് അല്ലെ? അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, സമത്വ സമാജം ആരംഭിച്ചു അല്ലെ? അപ്പൊ ഈ എന്തായിരുന്നു സമത്വ സമാജത്തിന്റെ വർഷം ഒന്ന് ഓർത്തെടുത്തേ? 1836 അല്ലെ? 1836. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാ? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന്? ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയത് ഏതായിരുന്നു? ഏറ്റവും നീളം കൂടിയ നദി ഏതായിരുന്നു? ഗോദാവരിയാണ് അല്ലെ? ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. 1465 കിലോമീറ്റർ ആണ് നീളം അല്ലെ? 1465 കിലോമീറ്റർ ആണ് നീളം. ത്രയംബക് കുന്നുകളിൽ നിന്ന് ആരംഭിക്കുന്നു അല്ലെ? എവിടെയാണ് ഉറവിടം? ത്രയംബക് കുന്നുകളാണ് അല്ലെ? ത്രയംബക് കുന്നുകളിൽ നിന്ന് ആരംഭിച്ച് ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. 1465 കിലോമീറ്റർ ഉണ്ട്. ഇനി ഗോദാവരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ഓർത്തെടുത്തേ? ഗോദാവരിയുടെ പോഷക നദികൾ ഏതൊക്കെയാ? ഗോദാവരിയുടെ ശബരി, ഇന്ദ്രാവതി അല്ലെ? ശബരി, ഇന്ദ്രാവതി, പെൺഗംഗ, പ്രാൺഹിത, മഞ്ജീര ഇതൊക്കെയായിരുന്നു കേട്ടോ. ഗോദാവരി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാ? ഇന്ദ്രാവതി, ശബരി, മഞ്ജീര, പെൺഗംഗ, പ്രാൺഹിത ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഗോദാവരി നദിയുടെ പോഷക നദികൾ. അടുത്ത ക്വസ്റ്റ്യൻ, പടിഞ്ഞാറൻ തീരസമുദ്രവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ പറയണം. കായലും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇത് ശരിയാണോ? പടിഞ്ഞാറൻ തീരസമുദ്രങ്ങളിലെ ഉണ്ട് അല്ലെ? കായലുകളും അഴിമുഖങ്ങളും ഉണ്ട്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അത് ശരിയാണോ? ഡെൽറ്റ രൂപീകരണം ഉണ്ടോ? ഡെൽറ്റ രൂപീകരണം ഇല്ല അല്ലെ? ഡെൽറ്റ രൂപീകരണം എവിടെയാ? ഡെൽറ്റ രൂപീകരണം എവിടെയാ? അത് കിഴക്കൻ തീരത്താ അല്ലെ? കിഴക്കൻ തീരത്താണ് അല്ലെ? കിഴക്കൻ തീരസമതലത്താണ് എന്താ ഡെൽറ്റ രൂപീകരണം ഉള്ളത്? പടിഞ്ഞാറൻ തീരസമതലത്തിലെ കായലുകളും അഴിമുഖങ്ങളാണ് ഉള്ളത്. താരതമ്യേന വീതി കൂടുതൽ. താരതമ്യേന വീതി കൂടുതലാണോ കുറവാണോ പടിഞ്ഞാറൻ തീരസമതലം? കുറവാണ് അല്ലെ? താരതമ്യേന വീതി കുറവാണ്. കുറഞ്ഞതാണ് പടിഞ്ഞാറൻ തീരസമതലം. വീതി കൂടിയത് കിഴക്കൻ തീരസമതലാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ഇത് ശരിയാണോ? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറഞ്ഞാല് ശരിയാണ് അല്ലെ? അപ്പൊ ശരിയായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. താരതമ്യേന വീതി കുറഞ്ഞതാണ്. കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് വീതി കുറഞ്ഞ തീരസമതലാണ് പടിഞ്ഞാറൻ തീരസമതലം. പിന്നെ എന്തായിരുന്നു അവിടെ പറഞ്ഞത്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണുള്ളത്. പിന്നെ ഇത് ഉയർത്തപ്പെട്ടതാണോ താഴ്ത്തപ്പെട്ട തീരസമതലത്തിന് ഉദാഹരണമാണോ? താഴ്ത്തപ്പെട്ടതാണ് അല്ലെ? താഴ്ത്തപ്പെട്ട തീരസമതലത്തിന് ഉദാഹരണമാണ് പടിഞ്ഞാറൻ തീരസമതലം അല്ലെ? ഓക്കെ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. ഇന്ത്യയില് റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. ഇന്ത്യയിലെ ഏത് വർഷം റെയിൽ ഗതാഗതം ആരംഭിച്ചേ? 1853 അല്ലെ? 1853 ഏപ്രിൽ 16 അല്ലെ? ബോംബെ മുതൽ താനെ വരെ അല്ലെ? താനെ വരെ ആയിരുന്നു എന്ത്? ഇന്ത്യൻ റെയിൽ ഗതാഗതം. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? അത് ഡൽഹൌസിയാണ് അല്ലെ? ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. അപ്പൊ ഇന്ത്യയിലെ റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 അല്ലെ? ബോംബെ ടു താനെ ആയിരുന്നു. ഏകദേശം എത്ര കിലോമീറ്റർ ആയിരുന്നു? 400 സംതിങ് അല്ലെ? അത്രയും കിലോമീറ്റർ ആയിരുന്നു ദൂരം കേട്ടോ. ഓക്കെ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഏതാ? ജാറിയ അല്ലെ? ജാർഖണ്ഡിലാണ് ജാറിയ ഉള്ളത് അല്ലെ? അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാറിയ ആണ്. ഓക്കെ. ഇനി അവിടെ തന്നെ ഡിഗ്ബോയും മുംബൈ ഹൈ ഒക്കെ ഓപ്ഷനിൽ കിടക്കുന്നുണ്ട്. ഡിഗ്ബോയ് എന്താ? ഇന്ത്യയിലെ ആദ്യം പെട്രോളിയം ഖനനം നടത്തിയ സ്ഥലമാണ് അല്ലെ? ആദ്യത്തെ പെട്രോളിയം ഖനനം നടന്ന സ്ഥലമാണ് എവിടെ? ഡിഗ്ബോയ്. ഇത് എവിടെയാ? ഏത് സ്റ്റേറ്റിലാ ഡിഗ്ബോയ്? ആസാമിലാണ് അല്ലെ? ആസാമിലാണ്. ഡിഗ്ബോയ് എവിടെയാണ്? ആസാമിലാണ്. ഓക്കെ. ഇനി മുംബൈ ഹൈ എന്ന് പറഞ്ഞാലോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ ഹൈ ആണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ അല്ലെ? ആദ്യമായിട്ട് കൽക്കരി ഖനനം നടന്നത് എവിടെയായിരുന്നു? അത് റാണിഗഞ്ചിലാണ് അല്ലെ? റാണിഗഞ്ച്. എവിടെയാണ് ഈ റാണിഗഞ്ച്? റാണിഗഞ്ച് എവിടെയാണ്? റാണിഗഞ്ച് വെസ്റ്റ് ബംഗാളിലാണ് അല്ലെ? വെസ്റ്റ് ബംഗാളിലാണ്. അപ്പൊ ഏറ്റവും ആദ്യം പെട്രോളിയം ഖനനം ചെയ്ത ഡിഗ്ബോയ് ആസാമിലാണ്. ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്ന ജാറിയ ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏതാണ്? ഏതാണ്? ഏതായിരുന്നു? 1959 എന്ന് പറയുമ്പോ റൂർക്കേലയാണ് അല്ലെ? റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഒഡീഷയിലായിരുന്നു അല്ലെ? ഒഡീഷയില് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിതമായത് അല്ലെ? ഇതേ 1959 ഭിലായ് അല്ലെ? ഭിലായും സ്ഥാപിതമായത്. അതെവിടെയായിരുന്നു? ഛത്തീസ്ഗഡിലായിരുന്നു അല്ലെ? ഛത്തീസ്ഗഡിലായിരുന്നു. ആരാണ് സാമ്പത്തിക സഹായം കൊടുത്തത്? ആരാ സാമ്പത്തിക സഹായം ചെയ്തത്? ഭിലായ്. അത് റഷ്യ ആയിരുന്നു അല്ലെ? റഷ്യ ആയിരുന്നു. അപ്പൊ 1959 2 ഇരുമ്പുരുക്കുശാലകൾ വന്നു. ഏതൊക്കെയാ? റൂർക്കേല ഒഡീഷയിലും അതുപോലെ ഭിലായ് ഛത്തീസ്ഗഡിലും കേട്ടോ. ഭിലായ് സാമ്പത്തിക സഹായം കൊടുത്തത് ആരായിരുന്നു? റഷ്യയാണെങ്കിൽ റൂർക്കേലയ്ക്ക് ജർമ്മനി ആയിരുന്നു. ഇനി 1962 ദുർഗാപൂർ വന്നു അല്ലെ? വെസ്റ്റ് ബംഗാളിലെ ദുർഗാപൂർ ഒരു ഇരുമ്പുരുക്ക് നിർമ്മാണശാല വന്നു. അതിനാരാ സഹായിച്ചത്? അത് ബ്രിട്ടൻ ആയിരുന്നു അല്ലെ? ബ്രിട്ടൻ ആയിരുന്നേ. ഇനി അത് കഴിഞ്ഞ് 1964 ബൊക്കാറോ അല്ലെ? ബൊക്കാറോയിൽ ഒരു ഇരുമ്പുരുക്ക് നിർമ്മാണശാല വന്നു. അതിനാരാ സഹായിച്ചേ? റഷ്യയാണ് അല്ലെ? ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ് അല്ലെ? ബൊക്കാറോ ജാർഖണ്ഡിലാണ്. അപ്പൊ ഏതൊക്കെയാ വന്നത്? 1959 ഭിലായ് അതുപോലെ റൂർക്കേല. ഭിലായ് എവിടെയാ? ഛത്തീസ്ഗഡില്. സാമ്പത്തിക സഹായം റഷ്യ. റൂർക്കേല ഒഡീഷയില്. സാമ്പത്തിക സഹായം ജർമ്മനി അല്ലെ? സാങ്കേതിക സഹായം ജർമ്മനി. ഇനി അത് കഴിഞ്ഞിട്ട് 62 ദുർഗാപൂര് വെസ്റ്റ് ബംഗാൾ ബ്രിട്ടൻ സഹായിച്ചു. അത് കഴിഞ്ഞ് 64 ബൊക്കാറോ ജാർഖണ്ഡില് സഹായിച്ച രാജ്യം ഏതാ? അത് റഷ്യയാണ് അല്ലെ? റഷ്യയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് ആരാ? ഉത്തർപ്രദേശാണ് അല്ലെ? കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ജലപാതയാണ്? കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാല് ഏത് ജലപാതയാണെന്ന് ചോദിച്ചാൽ NW3 ആണ് അല്ലെ? ഇവിടുന്ന് എപ്പോഴും ഈ പ്രിലിംസിനൊക്കെ ഈ മേഖലയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാ? NW1 ഏതാന്ന് ചോദിക്കാറുണ്ട്. അത് ഗംഗാ നദിയിലാണ്. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയാണ് അല്ലെ? 1620 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി അതുപോലെ രണ്ടാമത്തത് NW2
ആദിയ ദുബ്രി ബ്രഹ്മപുത്ര നദിയിലാണ് 891 കിലോമീറ്റർ ആണ്. NW3 എവിടെയാണ്? കൊല്ലം മുതൽ ഇപ്പൊ കോഴിക്കോട് വരെയുണ്ട് അല്ലെ? കൊല്ലം ടു കോഴിക്കോട് വരെയുണ്ട്. അത് 365 കിലോമീറ്റർ ആണ്. NW4 ആണെങ്കിലോ കാക്കിനട പുതുച്ചേരി അല്ലെ? കാക്കിനട പുതുച്ചേരിയാണ്. ഏത് നദിയിലാ? ഓക്കെ, ഗോദാവരി നദിയിൽ അല്ലെ? ഗോദാവരി നദിയിലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാഷണൽ NW5 ഉണ്ട്, താൽച്ചർ ധാമ്ര അല്ലെ? മഹാനദി ബ്രാഹ്മണി നദികളിലായിരുന്നു അല്ലെ? മഹാനദി ബ്രാഹ്മണി നദികളിലായിരുന്നു ഏത്? താൽച്ചർ ധാമ്ര. NW5. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായിട്ട് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഞാൻ ഓപ്ഷൻ തരാം. നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന. ഇതിലേതായിരിക്കും? വടക്ക് പടിഞ്ഞാറ് എങ്ങനെയാടാ നേപ്പാൾ വരുന്നേ? വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാ? അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. ഈ തന്നതില് അഫ്ഗാനിസ്ഥാനാണ്. നേപ്പാള്, ഭൂട്ടാന് ഒക്കെ വരുന്നത് വടക്കാണ്. ചൈനയും കുറച്ച് വടക്ക് പടിഞ്ഞാറ് കുറച്ച് correct ആണ്. ഏറ്റവും correct ആയിട്ട് വരുന്നത് ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ് അല്ലെ? അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായിട്ട് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയാണ് അല്ലെ? ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ ഇതൊക്കെ ആരുടെയാണ്? ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് അല്ലെ? യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, അതുപോലെ ഹരിജൻ അല്ലെ? ഹരിജൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത്. പുനഃസ്ഥാപന ശേഷി ഉണ്ട്, ചെലവ് കുറവാണ്, ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഏതാണ്? ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാൽ എന്താ? സുലഭമായിട്ട് ലഭിക്കുന്നതാണ് അല്ലെ? അത് കുറയുന്നില്ല. പുനഃസ്ഥാപന ശേഷി ഉണ്ട്, ചെലവ് കുറവാണ്, അതുപോലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയാ? അത് ലിമിറ്റഡ് ആണ് അല്ലെ? ലിമിറ്റഡ് ആണ്, എടുക്കുന്തോറും കഴിയുന്നു. പിന്നെ എന്താണ്? അത് ചെലവ് കൂടിയതാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പുനഃസ്ഥാപന ശേഷി ഇല്ല അല്ലെ? അപ്പൊ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപന ശേഷി ഉണ്ട്, ചെലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് ധാരാളം സുലഭമാണ് അല്ലെ? എക്സാമ്പിൾ പറഞ്ഞാൽ എന്തൊക്കെ പറയും? സൗരോർജം, തിരമാല, കാറ്റ് അല്ലെ? ഇതെല്ലാം എന്തിനു ഉദാഹരണമാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ് അല്ലെ? ഏതാണ്? സൗരോർജം, തിരമാല, കാറ്റ് എന്നിവ അല്ലെ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ 6 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 21A ആണ് അല്ലെ? 21A. ഇതൊരു ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്തതാണ് അല്ലെ? ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമായിരുന്നു? 86-ാം ഭരണഘടനാ ഭേദഗതി 2002 അല്ലെ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ് എന്നുള്ളത് 86-ാം ഭേദഗതി 2002 പ്രകാരം മൗലികാവകാശങ്ങളിലെ ആർട്ടിക്കിൾ 21A ആയിട്ട് ചേർത്തു. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് എവിടെയാ പറയുന്നത്? ഏത് ഭാഗമാണ്? 4A ആണ് അല്ലെ? 4A. A എന്ന് പറയുമ്പോൾ ഇതും കൂട്ടിച്ചേർത്ത ഒരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? അപ്പൊ ഇതിനൊരു ഭരണഘടനാ ഭേദഗതി ഉണ്ടായിരിക്കും. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത്? ഏത് ഭരണഘടനാ ഭേദഗതിയിൽ? 42-ാം ഭരണഘടനാ ഭേദഗതി 1976 അല്ലെ? 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങളെ ഭാഗം 4A ഉൾപ്പെടുത്തിയത് അല്ലെ? ഇനി ആർട്ടിക്കിൾ ചോദിച്ചാലോ? ഈ മൗലിക കർത്തവ്യങ്ങൾക്ക് ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ. ഏതാണ് ആർട്ടിക്കിൾ? 51A. ഇനി ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് ചേർത്തത് അല്ലെ? ഏത് കമ്മിറ്റി ആയിരുന്നു അത്?
ഏത് കമ്മിറ്റിയാണ്? സൊരൻ സിംഗ് കമ്മിറ്റി അല്ലെ, സൊരൻ സിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണെന്ന്? ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ടാഗോർ ആണ് അല്ലെ, ടാഗോർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ദേശീയ ഗീതം ആയ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു. വർഷം ഏതായിരുന്നു? ഏതായിരുന്നു വർഷം? 1896 അല്ലെ, 1896 കൊൽക്കത്ത സമ്മേളനത്തിലായിരുന്നു ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചത് അല്ലെ, ആദ്യമായിട്ട് ആലപിച്ചത്. ഇനി അടുത്ത നോക്ക്, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം അതെത്രയാ? നീളം നീളം 3:2 അല്ലെ, 3:2 എന്ന അനുപാതത്തിലാണ് അല്ലെ, നീളം 3ഉം വീതി 2ഉം എന്ന അനുപാതത്തിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാ വർഷം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാ? 1993 ഒക്ടോബർ 12 അല്ലെ, ഒക്ടോബർ 12 ഓക്കെ, ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷാ? ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 അല്ലെ, 2005 ഒക്ടോബർ 12 ഇന്ത്യൻ ഭരണഘടനയിലെ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യവും 21 അല്ലെ. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ഭരണഘടനയുടെ എന്താണെന്നാ പറയുന്നത്? അടിത്തറയാണോ നട്ടെല്ലാണോ? അടിത്തറയാണെന്ന് പറയുന്നു അല്ലെ, അടിത്തറയാണെന്ന് പറയുന്നു. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് അനുച്ഛേദം 21. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് 21 അല്ലെ, 21 പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? സത്യമേവ ജയതേ എന്നത് എഴുതിയത് ഏത് ലിപിയിലാ? ഓപ്ഷൻ വേണോ? ദേവനാഗരി, ഉറുദു, ബംഗാളി, കൊങ്കിണി. പറഞ്ഞേ. ദേവനാഗരി ലിപിയിലാണ് കേട്ടോ. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപിയിലാണ് അല്ലെ, ദേവനാഗരി ലിപിയിലാണ്. താഴെ പറയുന്നവയിലെ ഇന്ത്യയുടെ ദേശീയ മൃഗം പറഞ്ഞേ. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാ? എല്ലാവർക്കും അറിയാം അല്ലെ, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആരാണ്? കടുവയാണ് അല്ലെ. താഴെ പറയുന്നവർ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണെന്ന് വെച്ചാൽ കടുവ. ഇനി ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് അല്ലെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. ഏതായിരുന്നു വർഷം? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 അല്ലെ. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ പ്രമേയം അവതരിപ്പിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു? അത് ബോംബെ സമ്മേളനത്തിലായിരുന്നു കേട്ടോ. ബോംബെ സമ്മേളനം അവതരിപ്പിച്ചത് ആരായിരുന്നു? ആ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലെ. 1942 ബോംബെ സമ്മേളനത്തിലായിരുന്നു പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാ? രാമനമ്പി അല്ലെ. കുറിച്യ കലാപത്തിന്റെ വർഷം എന്ന് പറഞ്ഞേ. 1812. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ദേശീയ കാഴ്ചപ്പാടോട് കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി. ഇന്ത്യയില് ദേശീയ കാഴ്ചപ്പാടോട് കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? രാജാറാം മോഹൻ റായ് ആണ് അല്ലെ, രാജാറാം മോഹൻ റായ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണെന്ന്? 2023 അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഇന്ത്യ ആയിരുന്നു. 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണെന്ന്? ഏത് രാജ്യ? അത് ബ്രസീൽ ആയിരുന്നു. അതെ, ബ്രസീലാണ് അല്ലെ. അപ്പൊ 2024 G20 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്നത് ആരാണ്? അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബ്രസീലാണ്. 23 ഇന്ത്യ ആയിരുന്നു കേട്ടോ. 23 ഇന്ത്യ ആയിരുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതായിരുന്നു? വിശ്വഭാരതി സർവകലാശാല അല്ലെ. ഏതായിരുന്നു വർഷം? വർഷം ഏതായിരുന്നു? വിശ്വഭാരതി സർവകലാശാലയുടെ വർഷം ഏതായിരുന്നു? 1921 അല്ലെ. രൂപീകരണ സമയത്ത് ഇതിന് വേറൊരു പേരായിരുന്നു. ഏതായിരുന്നു? എന്തായിരുന്നു ആദ്യകാലത്തെ പേരെന്തായിരുന്നു? ശാന്തി നികേതൻ എന്ന പേരായിരുന്നു അല്ലെ. ശാന്തി നികേതൻ. ഈ ശാന്തി നികേതനാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറിയത് അല്ലെ. അപ്പൊ അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയാണ് വിശ്വഭാരതി. ആദ്യത്തെ പേര് ശാന്തി നികേതൻ എന്നായിരുന്നു. വിശ്വഭാരതി സർവകലാശാലയായി തീർന്ന വർഷം 1921 1921. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13 ആയിരുന്നു അല്ലെ. ഏപ്രിൽ 13 ആയിരുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ചോർച്ചാ സിദ്ധാന്തം ആരുടെയായിരുന്നു? ദാദാഭായി നവറോജിയുടെ അല്ലെ. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര്? സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ് അല്ലെ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അല്ലെ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആയിരുന്നു. ഓക്കെ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഓപ്ഷനില് ഓപ്ഷൻ വേണ്ടെന്ന്. അപ്പൊ ബക്രാനങ്കലാണ് കറക്റ്റ് ആണ് കേട്ടോ. അവിടെ ദാമോദർ വാലി എന്ന് കിടക്കുന്നുണ്ടാകും. വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദാമോദർ വാലിയിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അവിടെ എന്താണ്? സ്വാതന്ത്ര്യാനന്തരം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ദാമോദർ വാലി സ്വാതന്ത്ര്യത്തിന് മുൻപേ ഉള്ളതായിരുന്നു. അപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് പറഞ്ഞാൽ ഏതാ? അത് ബക്രാനങ്കലാണ്. ബക്രാനങ്കലാണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേര് എന്താണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരാണെന്ത്? റൗലറ്റ് ആക്ട് അല്ലെ. റൗലറ്റ് ആക്ടിന്റെ വർഷം ഏതായിരുന്നു? റൗലറ്റ് ആക്ടിന്റെ വർഷം ഏതായിരുന്നു? 1919 അല്ലെ. 1919 സിന്ധു. 1919. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണെന്ന്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. ഇത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് അല്ലെ. ഇടുക്കി ജില്ലയിലാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം PT ഉഷയാണ് അല്ലെ. PT ഉഷയാണ്. കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം പറഞ്ഞേ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം പറഞ്ഞേ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2014 അല്ല. 2017 ആണ് കേട്ടോ. 2017 ആണ്. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2017 ആണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി. ഓപ്ഷൻ തരാം. നെയ്യാറ്, പാമ്പാറ്, ചാലിയാർ, പെരിയാർ. ഏതാണ്? കേരളത്തിലെ നദികളിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാ? പാമ്പാറാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം ഭാരതപ്പുഴയുടെ അല്ലെ. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഏത്? പൊന്നാനി. അടുത്ത ക്വസ്റ്റ്യൻ, 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? അത് നഞ്ചിയമ്മയാണ് അല്ലെ. നഞ്ചിയമ്മ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണെന്ന്? പള്ളിവാസല്
പള്ളിവാസൽ ഏത് ജില്ലയിലാണെന്നാ ചോദ്യം. ഇടുക്കി ജില്ലയില് അല്ലെ, ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. വർഷം ഏതായിരുന്നു? വർഷം 1940 അല്ലെ. ഏത് പുഴയിലായിരുന്നു? ഏത് നദിയിലാ? മുതിരം പുഴയിലാണ് അല്ലെ, മുതിരം പുഴയിലാണ്. അപ്പൊ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയും കൂടി ഓർത്തു വെക്കണം. ഏതാ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി? ഏതാ കേരളത്തിലെ? അത് ചെങ്കുളാണ് അല്ലെ, ചെങ്കുളം 1954. അതും ഏത് നദിയിൽ തന്നെയാണ്? മുതിരമ്പുഴയിൽ തന്നെയാണ് അല്ലെ. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? പള്ളിവാസൽ 1940 മുതിരമ്പുഴ. രണ്ടാമത്തത് 1954 ചെങ്കുളം, അതും എവിടെ തന്നെ? മുതിരമ്പുഴയിലാണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്നത് ഇരവികുളത്താണ് അല്ലെ, ഇരവികുളത്താണ്. വരയാടുകളെ സംരക്ഷിക്കുന്നത് ഇരവികുളത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെടാ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ? വേമ്പനാട്ടു കായലാണ് അല്ലെ, വേമ്പനാട്ടു കായലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ്? കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകരയാണ് അല്ലെ, നെയ്യാറ്റിൻകരയാണ്. ഓക്കെ. അപ്പൊ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകരയിലാണ് അല്ലെ, നെയ്യാറ്റിൻകരയിലാണ്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാ? അത് അയ്യങ്കാളിയാണ്. 1907 അല്ലെ. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച അയ്യങ്കാളിയാണ്. 1907. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാ? അത് അരുവിപ്പുറാണ് അല്ലെ, അരുവിപ്പുറമാണ്. ഓക്കെ. കേരളത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. കേരളത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. വർഷം ഏതാണ്? 1721 ഏപ്രിൽ 15 അല്ലെ, 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം. ഓക്കെ. അടുത്ത ചോദ്യം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഇതിപ്പോ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിച്ചു. ഇപ്പൊ അതിന്റെ വർഷം വന്നിട്ടുണ്ട് അല്ലെ, 1924. നേതാവ് ആരാണെന്നാ ചോദിച്ചേ. നേതാവ് ആരായിരുന്നു? TK മാധവനായിരുന്നു അല്ലെ, TK മാധവൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനമായിരുന്നു അരയ സമാജം. അരയ സമാജം. അരയ സമാജം സ്ഥാപിച്ച വർഷം ഏതാ? അരയ സമാജം സ്ഥാപിച്ച വർഷം ഏതാ? 1907 തന്നെ കേട്ടോ. സാധുജന പരിപാലന സംഘത്തിന്റെ അതേ വർഷമാണ് അരയ സമാജം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത. കേരളത്തിലെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ അല്ലെ, ബേപ്പൂർ ടു തിരൂർ അല്ലെങ്കിൽ തിരൂർ ടു ബേപ്പൂർ. ഏതായിരുന്നു? വർഷം ഏതായിരുന്നു? 1861 മാർച്ച് 12 അല്ലെ, 1861 മാർച്ച് 12 ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? കേളപ്പനായിരുന്നു അല്ലെ, കേളപ്പനായിരുന്നു. ഇനി കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. കേരളത്തിലെ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? നെടുങ്ങാടി ബാങ്ക് അല്ലെ, നെടുങ്ങാടി ബാങ്ക്. ആരാണ് ഈ നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചതാരാ? അപ്പു നെടുങ്ങാടി അല്ലെ. അപ്പൊ ഈ അപ്പു നെടുങ്ങാടിയുടെ ഒരു നോവൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് പറഞ്ഞിട്ട് ഏതായിരുന്നു? കുന്തലത അല്ലെ, കുന്തലത. അപ്പൊ എന്താണ് ചോദ്യം? എന്തായിരുന്നു ചോദ്യം? കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണെന്ന് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു. സ്ഥാപകൻ അപ്പു നെടുങ്ങാടിയാണ്. ഇദ്ദേഹം തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ നോവൽ അല്ലെ, മലയാളത്തിലെ ആദ്യത്തെ നോവലായിട്ടുള്ള കുന്തലതയുടെ രചയിതാവ് അല്ലെ. അപ്പൊ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് കിട്ടും. ഈ കുന്തലത, കുന്തം കണ്ടോ, കുന്തം എന്നതിന്റെ അർത്ഥം എന്താ? കുന്തം എടാ നമ്മുടെ മറ്റേ കുന്തല്ല, ഭടന്മാരുടെ കയ്യിലുള്ള കുന്തല്ല. ഈ കുന്തം ഏതാ? മുടിയല്ല,
കുന്തം. മുല്ല. മുല്ലപ്പൂവിനെയാണ് പറയുന്നത് കേട്ടോ. കുന്തലത, മുല്ലവള്ളി എന്നാ അവിടെ ഉദ്ദേശിച്ചേ. അപ്പൊ കുന്തം. ആ ന്ത എങ്ങനെയാണെന്ന് ഓർത്തു വെച്ചോ. എങ്ങനത്തെ ന്തായാണ്? നമ്മൾ ചന്ദനം എന്നൊക്കെ എഴുതില്ലേ? ചന്ദനം, ചന്ദ്രൻ എന്നൊക്കെ. അപ്പൊ കുന്തലത എന്ന് വെച്ചാൽ മുല്ലവള്ളി. അപ്പൊ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അത്രയും ഫാക്ട്സ് കിട്ടി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 2024 നടക്കുന്ന ഒളിമ്പിക്സിൽ വേദിയാകുന്ന നഗരം. 2024 ഒളിമ്പിക്സിന്റെ വേദി എവിടെയായിരുന്നു? എവിടെയായിരുന്നു? പാരീസിലായിരുന്നു അല്ലെ? പാരീസിലായിരുന്നു. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാ? വി.ടി. ഭട്ടതിരിപ്പാടാണ് അല്ലെ? ഇതിന്റെ ഒപ്പം നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ വേറൊരു സംഭവമാണ് അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് അങ്ങനെ ഒരു കൃതി എഴുതിയ ആളുണ്ട്. അതാരാ? ഒരു ആത്മകഥയായിരുന്നു. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക്. ആരുടെയാ? ഭാരതി ഉദയഭാനുവിന്റെ ആയിരുന്നു കേട്ടോ. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് രാജ്യസഭാംഗമായ ആരുടെ? ഭാരതി ഉദയഭാനുവിന്റെ ആത്മകഥയായിരുന്നു അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക്. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താ? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടെയാണെന്ന് ചോദിച്ചു. അത് വി.ടി. ഭട്ടതിരിപ്പാടിന്റെയാണ് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് പറയണം. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് എ. എന്തേലും തെറ്റ് കാണാനുണ്ടോ? കണ്ണ്, ത്വക്ക്, മുടി. ശരിയാണ് അല്ലെ? കണ്ണെന്ന് വരുമ്പോ തന്നെ വിറ്റാമിൻ എ കറക്റ്റ് ആണ്. ഇനി നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ഇ. ഇത് ശരിയാണോ? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് കറക്റ്റ് ആണ് അല്ലെ? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ എന്ന് പറയുന്നത്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാ? അത് ജീവകം കെ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. കറക്റ്റ് ആണ്. അടുത്ത ഓപ്ഷൻ നോക്ക്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ബി. ശരിയാവോ അത്? അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ? മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ സി ആണ്, ബി അല്ല. അപ്പൊ മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ കേട്ടോ. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് ജീവകം സി ആണ്. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻസ് കൂടി ഒന്നുകൂടി വരാം. കണ്ണ്, ത്വക്ക്, മുടിയാകുമ്പോൾ ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം എന്ന് പറയുമ്പോൾ ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ജീവകം കെ. മോണ, ത്വക്ക്, രക്തകോശങ്ങൾ, പല്ല്. മോണ, ത്വക്ക്, രക്തകോശങ്ങൾ, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? കുഷ്ഠം എങ്ങനെയാ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുക? സമ്പർക്കം വഴിയാണ് കേട്ടോ. സമ്പർക്കം വഴിയാണ്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി. കേരളത്തിലെ അവിവാഹിതരായ അമ്മമാരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഏതായിരുന്നു? സ്നേഹസ്പർശം കേട്ടോ. സ്നേഹസ്പർശം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. അടുത്ത ക്വസ്റ്റ്യൻ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരിലെ ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണെന്ന്. അപ്പൊ ഒരു പ്രസ്താവന അവിടെ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയാണ് നമ്മുടെ രക്തത്തിലുള്ള ഫാഗോസൈറ്റോസിസുകൾ? ഏതൊക്കെയാ? മോണോസൈറ്റും ന്യൂട്രോഫില്ലും ആണ് അല്ലെ? മോണോസൈറ്റും ന്യൂട്രോഫില്ലും ആണ്. അതിൽ തന്നെ ഏറ്റവും വലിയ ഫാഗോസൈറ്റോസിസ് ഏതാണെന്ന് ചോദിച്ചാൽ മോണോസൈറ്റ് ആണ് അല്ലെ? വലിയ ഫാഗോസൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മോണോസൈറ്റ് ആണ് അല്ലെ? ഫാഗോസൈറ്റ് കേട്ടോ. മറ്റേ ആ പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് കേട്ടോ. വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത് മോണോസൈറ്റും ന്യൂട്രോഫില്ലും. അതിൽ തന്നെ വലുതാണ് മോണോസൈറ്റ്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. പയർ ചെടിയുടെ സങ്കര ഇനം. താഴെ പറയുന്നവര് പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണെന്ന് പറയണം. ഞാൻ 4 ഓപ്ഷൻ വായിക്കാം. അനാമിക, ഭാഗ്യലക്ഷ്മി,
ഹരിത, അനഘ. 4 ഓപ്ഷൻ അത് തന്നിട്ടുണ്ട്. അനാമിക, ഭാഗ്യലക്ഷ്മി, ഹരിത, അനഘ. ഇതിലേതായിരിക്കും? ഭാഗ്യലക്ഷ്മിയാണ് കേട്ടോ. പയർച്ചെടിയുടെ സങ്കരയിനാണ് ഭാഗ്യലക്ഷ്മി. അപ്പൊ പയർച്ചെടി യുടെ ഈ ഒരു സങ്കരയിനം PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇപ്പൊ ഭാഗ്യലക്ഷ്മി ഉണ്ട്, ലോല, മാലിക, ജ്യോതിക, അല്ലെ? ലോല, മാലിക, ജ്യോതിക, ഭാഗ്യലക്ഷ്മി ഇതെല്ലാം എന്താണ്? പയറാണ്, അല്ലെ? പയറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വനവിഭവം അല്ലാത്തത് ഏതാണെന്ന് പറയണം കേട്ടോ. പശ, കോലരക്ക്, തേന്, മണ്ണെണ്ണ. ഇതിലേതായിരിക്കും വനവിഭവം അല്ലാത്തത്? ഏതായിരിക്കും? എളുപ്പത്തിൽ കിട്ടും അല്ലെ? മണ്ണെണ്ണ, ബാക്കി പശ, കോലരക്ക്, തേൻ എന്നിവയെല്ലാം വനവിഭവങ്ങളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. അമ്ലമഴയ്ക്ക് ഏതാ കാരണമായത്? ഏതാ കാരണമായ വാതകം ഏതാ? സൾഫർ ഡൈ ഓക്സൈഡ് ആണ്, അല്ലെ? അമ്ലമഴയ്ക്ക് കാരണമായ വാതകമാണ് സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. നമുക്ക് അതിന്റെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. അപ്പൊ അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ് ആണെന്ന് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണെന്ന് പറഞ്ഞേ? ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണെന്ന് പറഞ്ഞേ? 7 ആണ്, അല്ലെ? 7ൽ കുറവാണെങ്കിൽ അതിന് ആസിഡ് സ്വഭാവവും 7ൽ കൂടുതലാണെങ്കിൽ അതിന് ബേസിക് സ്വഭാവവുമാണ് ഉള്ളത്. അപ്പൊ ശുദ്ധജലത്തിന്റെ pH ആയിട്ടുള്ള 7ല് കുറവ് ആസിഡുകളും 7ൽ കൂടുതൽ എന്തായിരിക്കും? ബേസുകളും ആയിരിക്കും. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡ് ആണ്, അല്ലെ? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് ആരായിരുന്നു? അത് റൂദർഫോർഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സ്ഥിരം പ്രിലിംസിൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്, അല്ലെ? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിര? സിങ്കിന്റെ അയിരാണ്, സിങ്കിന്റെ അയിരാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണെന്ന്? ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിലെ ഏത് ഗ്രൂപ്പിലാണെന്ന്? 18ാം ഗ്രൂപ്പിലാണ്, അല്ലെ? ഉത്കൃഷ്ടവാതകങ്ങൾ, അലസവാതകങ്ങൾ, സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ഈ ഒരു 18ാം ഗ്രൂപ്പാണ്, അല്ലെ? അലസവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ, സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാ? ഈ 18ാം ഗ്രൂപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് പറയണം. ജ്വലനത്തിന് ഓക്സിജൻ ആവശ്യമുണ്ടോ? ജ്വലനത്തിന് ഓക്സിജൻ ആവശ്യമുണ്ടോ? ഉണ്ട്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. ഇനി കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ? കാർബോജൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്, അല്ലെ? കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് നമ്മുടെ ഓക്സിജന്റെ ആവശ്യമുണ്ടോ? ബ്ലീച്ചിങ് പൗഡർ ഇല്ല, അത് വേറൊരു ചങ്ങായിയാ, അല്ലെ? അതാരാ? അത് ക്ലോറിൻ ആണ്, അല്ലെ? ക്ലോറിൻ ആണ്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ആരാ? അത് ക്ലോറിൻ ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം ഓക്സിജന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന്. ജ്വലനം, റോക്കറ്റ് ഇന്ധനത്തിലെ ഓക്സികാരിയായിട്ട്, കൃത്രിമ ശ്വസനത്തിന് കേട്ടോ. അതല്ലാതുള്ള ശ്വസനത്തിനും എന്ത് വേണം? ഓക്സിജൻ വേണം. കൃത്രിമ ശ്വസനത്തിനും വേണം കേട്ടോ. ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, കൃത്രിമ ശ്വസനത്തിന്. ഇനി അടുത്തത്, ഭക്ഷ്യവസ്തുക്കളിൽ ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന്? ഇവിടെ തന്നതിൽ എറിത്രോസിൻ തന്നിട്ടില്ല, അതിന് പകരം കാർമോസിനാ തന്നെ. അത് രണ്ടും ചുവപ്പ് തന്നെയാണ് കേട്ടോ. കാർമോസിനും അതുപോലെ എറിത്രോസിനും. അപ്പൊ ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുവാണ് കാർമോസിൻ കേട്ടോ. കാർമോസിൻ. അതുപോലത്തെ എറിത്രോസിനും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ? കാർമോസിനുണ്ട്, അതുപോലെ എറിത്രോസിനും ഉണ്ട് കേട്ടോ. കാർമോസിനും ഉണ്ട്, എറിത്രോസിനും ഉണ്ട്. അതുപോലെ ഇപ്പൊ ഇതിൽ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു മഞ്ഞ കളർ, അല്ലെ? മഞ്ഞ നിറം നൽകുന്നത് ഏതാ? അപ്പൊ മഞ്ഞ ടാർ എന്ന് ഓർത്തു വെച്ചോ. ടാർട്രാസിൻ, അല്ലെ? ടാർട്രാസിൻ ആണ്. ഇനി ഇൻഡിഗോ, കാർമൈൻ, ഫാസ്റ്റ് ഗ്രീൻ ഒക്കെ പച്ച നിറം നൽകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇൻഡിഗോ, കാർമൈൻ, ഫാസ്റ്റ് ഗ്രീൻ ഒക്കെ എന്തിനാ? പച്ച നിറത്തിനാണ്. ടാർട്രാസിൻ മഞ്ഞ നിറത്തിന്, കാർമോസിനും എറിത്രോസിനും ചുവപ്പ് നിറത്തിനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം അതിനെന്താ പറയാ? ഒരു വസ്തു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി ചലിക്കുകയാണെങ്കിൽ അതാണ് എന്ത്? ഭ്രമണം. കേട്ടോ? ഭ്രമണം. ഓക്കെ. ഈ ഒരു ചലനത്തിന്റെ അക്ഷം പുറത്താണെങ്കിൽ അത് പരിക്രമണാണ്. കേട്ടോ? സ്വന്തം അക്ഷത്തെയാണ് ഇതാക്കുന്നതെങ്കിൽ നമ്മള് ഭ്രമണം എന്ന് പറയും. ഈ ഒരു ഇങ്ങനെ ഒരു ചലിക്കുന്നതിന്റെ അക്ഷം പുറത്താണെങ്കിൽ അതിനെന്ത് പറയും? പരിക്രമണം. പരിക്രമണം എന്ന് പറയും. ഓക്കെ. അടുത്ത് നോക്കൂ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാ? അത് രാകേഷ് ശർമ്മയാണ് അല്ലെ? 1984 അല്ലെ? 1984 രാകേഷ് ശർമ്മയാണ് ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ അല്ലെ? ഇന്ത്യക്കാരൻ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ നമ്മൾ എന്തു പറയും? അപവർത്തനം എന്ന് പറയും അല്ലെ? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് എന്ത് പറയുന്നത്? അപവർത്തനം. ഇതിന് കുറെ എക്സാമ്പിളുകൾ നമ്മുടെ SRT ചാപ്റ്റേഴ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഒരു ഗ്ലാസ്സിലെ വെള്ളത്തില് ഒരു പെൻസിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ പെൻസിൽ വളഞ്ഞ പോലെ നമുക്ക് തോന്നുന്നു അല്ലെ? പിന്നെയോ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഒരു കോയിൻ ഇട്ട് വെക്കുകയാണെങ്കിൽ കോയിൻ അതിൽ ശരിക്കുള്ളതിനേക്കാളും കുറച്ചുകൂടി ഉയർന്നിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അല്ലെ? അതുപോലെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. ഇതും എന്താണ്? അപവർത്തനം മൂലമാണ് അല്ലെ? നമുക്ക് തോന്നുകയാണ് അല്ലെ? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു എന്ന് തോന്നുന്നതിന് കാരണം അപവർത്തനാണ്. അതായത് വ്യത്യസ്ത മാധ്യമങ്ങളിൽ കൂടി പ്രകാശം കടന്നു പോകുമ്പോൾ അതിന്റെ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അല്ലെ? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ എന്തൊക്കെ കിട്ടി? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. അതിന് എക്സാമ്പിൾ പഠിച്ചു. ഗ്ലാസ്സിലെ വെള്ളത്തിൽ പെൻസിൽ ഇരിക്കുമ്പോൾ വളഞ്ഞതായിട്ട് തോന്നുന്നു. ഗ്ലാസ്സിലെ വെള്ളത്തിൽ കോയിൻ ഇട്ട് വെച്ചാൽ അത് ഇരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മുകളിലായിട്ട് തോന്നുന്നു. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നുന്നു അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചുവടെ നൽകിയിരിക്കുന്നതിൽ താപപ്രശ്ന രീതിയിൽ ഉൾപ്പെടാത്തത്? ചാലനം, സംവഹനം, വികിരണം, ബാഷ്പീകരണം. ഇതിലേതാ ഉൾപ്പെടാത്തെ? താപപ്രശ്ന രീതിയിൽ ബാഷ്പീകരണമാണ് അല്ലെ? ബാഷ്പീകരണം ഉൾപ്പെടുന്നില്ല. അപ്പൊ നമുക്കറിയാം ചാലനം, സംവഹനം, വികിരണം എന്നിവയാണ് താപപ്രശ്ന രീതിയിൽ. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രശ്നം ചെയ്യുന്ന രീതിയാണ് ഏത്? ചാലനം. അവിടെ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. ഓൺലി കമ്പനം മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ ഖരവസ്തുക്കളിൽ താപം പ്രശ്നം ചെയ്യുന്ന രീതിയാണ് ചാലനം. അവിടെ എങ്ങനെയാണ് താപപ്രശ്നം നടക്കുന്നത്? തന്മാത്രകളുടെ കമ്പനം മൂലമാണ്. ഇനി അടുത്തത് സംവഹനം. അത് ദ്രവ പദാർത്ഥങ്ങളിൽ. ദ്രവം എന്ന് വെച്ചാൽ രണ്ടും ഉണ്ട്. ഏതൊക്കെയാ? ദ്രാവകം ഉണ്ട്, വാതകം ഉണ്ട് അല്ലെ? ദ്രാവകത്തിലും വാതകത്തിലും താപം പ്രശ്നം ചെയ്യുന്ന രീതിയാണ് ഏത് ഏതാ? സംവഹനം. സംവഹനം. ഇവിടെ എങ്ങനെയാ താപം പ്രശ്നം ചെയ്യുന്നത്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലമാണ് അല്ലെ? സ്ഥാനമാറ്റം മൂലം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലമാണ് ഇവിടെ താപപ്രശ്നം ചെയ്യുന്നത്. ഇനി വികിരണം എടുക്കുകയാണെങ്കിലോ ഒരു മാധ്യമമേ ആവശ്യമില്ലാതെ താപപ്രശ്നം ചെയ്യുന്നു അല്ലെ? അവിടെ താപപ്രശ്നത്തിന് ഒരു മാധ്യമത്തിന്റെ ആവശ്യം തന്നെ ഇല്ല. അതാണ് എന്ത്? വികിരണം. അതിന് ഉദാഹരണം എന്തായിരുന്നു? സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് ഈ ബൾബിന് മുകളിൽ അല്ലെ? കത്തുന്ന ബൾബിന് താഴെ നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നു. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് അല്ലെ? ഇതെല്ലാം ഈ ചൂടേറ്റ് മുട്ട വിരിയുന്നതൊക്കെ എന്താണ്? ഈ ഒരു എന്ത് വഴിയാ? ആ വികിരണം മൂലമാണ് അല്ലെ? വികിരണം മൂലമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം പറയണം. കുറെ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റ്, തിരമാല, പെട്രോള്, കൽക്കരി. ഇതിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയായിരിക്കും? കാറ്റും തിരമാലയും അല്ലെ? കാറ്റും തിരമാലയും. അപ്പൊ നമ്മൾ പറഞ്ഞു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണെങ്കിൽ ലിമിറ്റഡ് ആണ് അല്ലെ? ചെലവ് കൂടുതലാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെ? എന്നാൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണെങ്കിൽ പുനഃസ്ഥാപിക്കപ്പെടാൻ പറ്റുന്നതാണ്, ചെലവ് കുറവാണ്, സുലഭമായിട്ട് ലഭ്യമാകുന്നവയാണ്. എക്സാമ്പിളുകൾ പറഞ്ഞു. പാരമ്പര്യേതരാണെങ്കിൽ എക്സാമ്പിളുകൾ എന്തൊക്കെയാ പറഞ്ഞത്? സൗരോർജം, തിരമാല, അതുപോലെ കാറ്റ് അല്ലെ? കാറ്റ്. ഇനി പാരമ്പര്യമാണെങ്കിൽ ഏതൊക്കെ പറഞ്ഞു? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഇതെല്ലാം എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് അല്ലെ? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 80 ക്വസ്റ്റ്യൻസ് പഠിച്ചു. അപ്പൊ നമ്മളിത് നോക്കിയത് ഏതായിരുന്നു?
13/2014 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇതൊരു പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. താങ്ക് യു ഓൾ.